അതേ 1990കളുടെ തുടക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഇന്ത്യയുടെയും ചരിത്രത്തെ ഇതുപോലൊരു വര വരച്ച് രണ്ടാക്കാൻ പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ വര വരക്കുന്നത് 1990കളുടെ തുടക്കത്തിലാണ്. ആ 90കളുടെ തുടക്കത്തിലാണ് ഇന്ത്യയിൽ ബാബരി മസ്ജിദ് ഡിമോളിഷൻ ഉണ്ടാവുന്നത്. ബാബരി മസ്ജിദ് എന്ന് പേരായ ഒരു പള്ളി പൊളിക്കപ്പെടുകയും കുറെ അധികം തീവ്രവാദികൾ ചേർന്ന് പൊളിക്കപ്പെടുകയും അതിനുശേഷം ഉണ്ടാവുന്ന കുറെ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത്. ഇന്ന് പഹൽഗാമിൽ ഇങ്ങനെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായതിനു ശേഷം നമ്മൾ കേൾക്കുന്ന ആക്രോശവും ആ 92-ൽ തുടങ്ങിയ വലിയ ഒരു പരമ്പരയുടെ തുടർച്ചയാണ്. പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്, ഈ 990കൾ കഴിഞ്ഞ് 2025-ൽ എത്തി നിൽക്കുമ്പോ ഈ രണ്ട് രാജ്യങ്ങളും എങ്ങനെയാണ് മാറിയത് എന്ന്. വലിയ യുദ്ധമുണ്ടാവുകയും എല്ലാം നശിച്ചു നമ്മൾ വിചാരിക്കുകയും ചെയ്തിടത്ത് നിന്ന് കുവൈത്ത് പോലൊരു രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയാണ് ഉണ്ടായത്. ഇന്ന് കാണുന്ന സൗകര്യങ്ങളിലേക്ക്, സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക്, ലോകത്തിന്റെ ഭൂപടത്തിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിന്റെ പേരായിക്കൊണ്ട് കുവൈത്ത് ഉയർത്തെഴുന്നേറ്റു. അത് പുറത്തു നിന്നുള്ള ചില ശക്തികളുടെ ആക്രമണമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 990കൾ ആഭ്യന്തരമായ ചില കക്ഷികളുടെ ആക്രമണത്തിന്റെ വർഷമായിരുന്നു. രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ചില മനുഷ്യർ രാജ്യത്തെ മുറിവേൽപ്പിച്ച് യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയ കാലം, ആ രാജ്യത്തെ മനുഷ്യരെ ഹിന്ദുവെന്നും മുസ്ലിം എന്നും വിഭജിച്ച കാലം, ആ വിഭജിച്ച കാലത്തിൽ നിന്ന് 2025 പോലെ 30 വർഷം ഇങ്ങോട്ട് വരുമ്പോ രാജ്യം വീണ്ടും 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 ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ നടന്ന എന്തെങ്കിലും ഒരു വെടിവെപ്പിന്റെയോ അല്ലെങ്കിൽ ഭീഷണിയുടെയോ പേര് പറഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വീണ്ടും വീണ്ടും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മള് വലിയ അഹങ്കാരത്തോട് ലോകത്തെ ടെക്നോളജിക്കൽ ഇന്നോവേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ പശുവിന്റെ ചാണകം തേച്ച AC വേണ്ട എന്ന് പറയുന്ന പ്രൊഫസർമാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ രാജ്യത്തെ ഡിഫെയിം ചെയ്തുകൊണ്ട് സംസാരിക്കുകയല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ നിർബന്ധിതരാവുകയാണ്. പ്രിയമുള്ള സ്ത്രീകളെ, KMCC എന്താണ് എന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഏറ്റവും മനോഹരമായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേ പുറത്ത് ഏറ്റവും മനോഹരമായി വിഷ്വലുകൾ കൊണ്ട് എന്താണ് കുവൈറ്റിൽ ഇക്കഴിഞ്ഞ 50 വർഷത്തോളം KMCC ചെയ്തു വെച്ചത് എന്നിവിടെ ഒരു പ്രസന്റേഷൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം കൊണ്ട്, വീടുണ്ടാക്കാനുള്ള നന്മ പോലെയുള്ള പദ്ധതികൾ കൊണ്ട്, ഇനി അങ്ങോട്ട് ആലോചിക്കുന്ന പദ്ധതികൾ കൊണ്ട് എന്താണ്